നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ബിൻ സൽമാൻ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റതിന് പിന്നാലെ വലിയ മാറ്റങ്ങളാണ് സൗദിയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതുവരെ പിന്തുടർന്നു വന്ന പല നയങ്ങളിലും കാതലമായ മാറ്റം വരുത്തുകയാണ് സൗദി. അങ്ങനെ നീണ്ട 30 വർഷത്തിലേറെ നീണ്ട നിരോധനം നീക്കി സിനിമാ പ്രദർശനം ആരംഭിച്ചത് അടുത്തിടെയാണ്. എന്നു മാത്രമല്ല, സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിച്ചു. മൈതാനങ്ങളിൽ സ്ത്രീകൾക്ക് എത്താൻ അനുമതി നൽകി. സ്വന്തമായി ബിസിനസ് ആരംഭിക്കാം. മെഹ്റമിന്റെ കൂടെ അല്ലാതെ തന്നെ ഉംറയ്ക്ക് മക്കയിലെത്താം തുടങ്ങി ഒരു പിടി പരിഷ്കരണങ്ങളാണ് സൗദി നടപ്പാക്കിയിരിക്കുന്നത്. ഇനി മദ്യവിൽപ്പനയ്ക്ക് കൂടി സൗദി അനുമതി നൽകുമെന്നാണ് വാർത്തകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത്, കാലാകാലങ്ങളായി മദ്യവിൽപ്പനയ്ക്ക് നിരോധനമുള്ള രാജ്യമാണ് സൗദി അറേബ്യ. ഈ നിരോധനത്തിൽ ചില ഇളവുകൾ വരുമെന്നാണ് വാർത്തകൾ വ്യക്തമാകുന്നത്. വിമാനത്താവളങ്ങളിൽ മദ്യവിൽപ്പന തുടങ്ങുന്നതാണ്. അതായത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ ആരംഭിക്കുമെന്നാണ് വിവരം. ചില ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അറേബ്യൻ ബിസിനസ് ആണ് ഇത് സംബന്ധിച്ച വാർത്ത നൽകിയിരിക്കുന്നത്. എന്നാൽ എല്ലാ വിമാനത്താവളങ്ങളിലും മദ്യവിൽപ്പന ആരംഭിക്കില്ല. തെരഞ്ഞെടുത്ത വിമാനത്താവളങ്ങളിൽ മാത്രമാകും വിൽപ്പന നടക്കുക. അന്താരാഷ്ട്ര യാത്രക്കാരെ ലക്ഷ്യമിട്ടാവും ഇത്. കടുത്ത നിയന്ത്രണത്തോടെയായിരിക്കും വിൽപ്പന എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി മദ്യം അനുവദിച്ചേക്കുമെന്ന് നേരത്തെ തന്നെ സൂചനകളുണ്ടായിരുന്നു. മദ്യവിൽപ്പന സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിഷയത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഈ റിപ്പോർട്ടിനോട് സൗദി അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സൗദിയിൽ ഒരുങ്ങുന്ന നിയോം മെഗാ സിറ്റിയിൽ മദ്യം വിൽക്കുന്ന റിസോർട്ടുകൾ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ മാസം വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം സൗദിയിൽ മദ്യവിൽപ്പന ആരംഭിക്കുമെന്ന് വ്യക്തമാക്കി ഇടയ്ക്കിടെ വാർത്തകളും വരാറുണ്ട്. ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ സൗദി ഭരണകൂടം പ്രതികരിച്ചത് ഈ വർഷം മെയ് മാസത്തിലായിരുന്നു. സൗദി ടൂറിസം സഹമന്ത്രി ഹൈഫ ബിൻത് മുഹമ്മദാണ് സൗദി അറേബ്യയുടെ നിലപാട് അന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയത്. കൂടാതെ മദ്യവിൽപ്പനയ്ക്ക് നിരോധനമുള്ള രാജ്യമാണ് സൗദി. ആ നിരോധനം എടുത്തുകളയാൻ ഇപ്പോൾ പദ്ധതിയില്ല എന്നതും കൃത്യമായി തന്നെ അവർ പറയുകയാണ്. കൂടാതെ നിലവിലുള്ള നിയന്ത്രണങ്ങൾ തുടരും. അതേസമയം വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ സൗദി അറേബ്യ പ്രത്യേക പദ്ധതി തയ്യാറാക്കുകയും ചെയ്യും. ഇങ്ങനെയായിരുന്നു മന്ത്രി ഹൈഫ ബിൻത് മുഹമ്മദിന്റെ പ്രതികരണം. സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിലായിരുന്നു മന്ത്രിയുടെ ഈ പ്രസ്താവന. ഇതേ തുടർന്ന് ഇസ്ലാമിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സൗദിയിൽ മൂല്യനിരോധനം നടപ്പാക്കിയത്. ജിദ്ദയിൽ നിയോം എന്ന പേരിൽ മെഗാ സിറ്റി സൗദി ഒരുക്കുകയാണ്. വിദേശികളെയാണ് അധികൃതർ ഇവിടേക്ക് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. സൗദിയിൽ നിലവിലുള്ള നിയമം പൂർണ്ണമായും നിയോം സിറ്റിയിലെ ബാധകമാക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന്റെ ഭാഗമായി മദ്യം നിയോമിലെ റിസോർട്ടുകളിൽ അനുവദിക്കുമെന്ന വാർത്തകൾ കഴിഞ്ഞ മാസം വന്നിരുന്നു. ഇത് കൂടാതെയാണ് വിമാനത്താവളങ്ങളിലും മദ്യവിൽപ്പന ആരംഭിക്കുന്നത്.